യാഗം എന്ന് പറയുന്ന പദം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാ. യാഗത്തിൽ ദൈവം പ്രസാദിക്കുമ്പോഴാണ് നമ്മുടെ യാഗത്തിന് അർത്ഥമുണ്ടാകുന്നത്. ദൈവത്തെ സന്തോഷിപ്പിക്കാനായി ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നതും പല ക്രിയകൾ ചെയ്യുന്നതും പല നേർച്ച കാഴ്ചകൾ ചെയ്യുന്നതുമെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. ഇതെല്ലാം ചെയ്തിട്ടും ദൈവം പ്രസാദിക്കുന്നില്ല എങ്കിൽ നാം ചെയ്തതെല്ലാം വെറുതെയായിപ്പോയി. ദൈവവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വളരെ വ്യക്തമായി നാം എന്തു ചെയ്യുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത് എന്ന് ദൈവം നമ്മോട് പറയുന്ന പല ഭാഗങ്ങളും കാണുവാൻ കഴിയും. വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവത്തോട് നമുക്ക് അടുക്കുവാൻ കഴിയാതെ ഇരുന്നപ്പോ കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു യാഗമായതിലൂടെ ദൈവത്തിലേക്ക് നമുക്കൊരു പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനായി നാം ഇനി എന്താണ് ചെയ്യേണ്ടത്? നാം ഓരോരുത്തരും ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുമ്പോ ഇന്ന് ദൈവം നോക്കുന്നത് നമ്മുടെ പ്രവർത്തികളിലുപരി നമ്മുടെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലെല്ലാം പല രീതിയിലുള്ള യാഗങ്ങൾ കാണുവാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിലൂടെ ദൈവത്തിലേക്ക് പ്രവേശനം ലഭിച്ച നാം ഓരോരുത്തരും എപ്രകാരം ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് വളരെ വ്യക്തമായി നമ്മോട് പറയുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരം കാണുവാൻ കഴിയും: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് പറയുന്ന ഭാഗം കാണുവാൻ കഴിയും. പഴയ നിയമത്തിൽ യാഗങ്ങൾ കേവലം അന്ധമായ ആചാരങ്ങളായിരുന്നില്ല, മറിച്ച് പാപപരിഹാരത്തിനും നന്ദി പ്രകടനത്തിനും ദൈവമായിട്ടുള്ള കൂട്ടായ്മയ്ക്കും വേണ്ടി ദൈവം തന്നെ നിയമിച്ച വഴികളായിരുന്നു അവ. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും യാഗങ്ങൾ വരാനിരിക്കുന്ന വലിയ യാഗത്തിന്റെ നിഴലുകൾ മാത്രമായിരുന്നു. ആ വലിയ യാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപമില്ലാത്ത യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി യാഗമായി തീർന്നു എന്ന വസ്തുതയാണ്. പ്രിയ ദൈവത്തിലെ, നമ്മെ കൊണ്ട് പറ്റാതിരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയ ദൈവം നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ യാഗങ്ങൾ കൊണ്ടോ ദൈവത്തെ പൂർണ്ണമായും പ്രസാദിപ്പിക്കുവാൻ കഴിയാതിരുന്നപ്പോ യേശുക്രിസ്തുവിലൂടെ ദൈവത്തോട് അടുക്കുവാൻ ദൈവം നമുക്ക് മുഖാന്തരങ്ങളെ ഒരുക്കി. അങ്ങനെ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്ന നാം ദൈവഹിതപ്രകാരം ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് നമുക്ക് കഴിയാതിരിക്കുന്ന മേഖലകളിൽ നമ്മെ സഹായിപ്പാനായി പരിശുദ്ധാത്മാവ് കൂടെയുള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിന്റെ മുമ്പാകെ പ്രസാദമുള്ള ഒരു യാഗമായി നമ്മെ അർപ്പിക്കുവാൻ സഹായിക്കുമെന്ന കാര്യം മറന്നു പോകരുത്. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ നാം ചെയ്ത് ദൈവമേ പ്രസാദിക്കണമേ എന്ന് പറയുന്നതിലുപരി നമ്മുടെ ജീവിതയാത്രയിൽ നാം ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുന്നേറണമെന്ന്. അങ്ങനെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുന്നേറുവാൻ നാം തയ്യാറാകുമ്പോൾ തീർച്ചയായും ദൈവിക വാഗ്ദത്തങ്ങളുടെ നിറവടിയായ നിവർത്തീകരണം നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുവാൻ തുടങ്ങും. സാഹചര്യങ്ങളല്ല നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. സാഹചര്യങ്ങൾക്കപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നാം ചെയ്തു തുടങ്ങുന്നത്. നമുക്ക് താല്പര്യമുള്ളതും നമുക്ക് ഇഷ്ടമുള്ളതുമായ കാര്യങ്ങൾ നാം ചെയ്തു തുടങ്ങുന്നതിന് മുമ്പേ പലപ്പോഴും നാം ദൈവത്തിന്റെ ഇഷ്ടം ചോദിക്കാറില്ല എന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ? പിന്നീട് ഒരു വിഷയം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ഇത് ദൈവഹിതമാണോ എന്ന് നാം ചോദിക്കാറ്. എന്നാൽ നമ്മുടെ ജീവിതയാത്രയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പേ ജീവിതയാത്രയിൽ ദൈവഹിതം എന്ത് എന്ന് ചോദിച്ച് മുന്നേറുവാൻ നാം തയ്യാറാണെങ്കിൽ നാം കൈവെക്കുന്ന മേഖലകളിൽ ദൈവിക സമൃദ്ധി അനുഭവിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. അതേ പ്രിയ ദൈവത്തിലെ, എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് മറന്നു പോകരുത്. ഈ ദൈവത്തോട് ചേർന്ന് നിന്ന് നാം അനുഗ്രഹം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് വീണ്ടും ദൈവം ഓർമ്മിപ്പിക്കുന്നത്. എന്തെങ്കിലും ചെയ്ത് ദൈവമേ പ്രസാദിക്കണമേ എന്ന് പറയുന്നതിലുപരി ദൈവശബ്ദം കേട്ട് ദൈവം പ്രസാദിക്കുന്നത് നാം ചെയ്യുവാൻ തുടങ്ങണമെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രസാദകരമായ യാഗമെന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ദൈവഹിതമല്ലാത്ത ഒരു കാര്യങ്ങളിലും നാം ഇടപെടുവാൻ പോകരുത്. നാം യഥാർത്ഥമായി യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ യേശുവിന് വിഷമമാകുന്ന ഒരു സംസാരങ്ങളിലും നാം ഇടപെടുവാൻ പോകുകയില്ല. അതിന് കാരണം നമ്മെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന യേശു വിഷമിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ അനുസരണം ദൈവത്തോടുള്ള ഭയത്തിൽ നിന്ന് മാറി ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ആണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവിക സന്തോഷം നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, ഈ ഭൂമിയിൽ എല്ലാ കാലവും ഒന്നും നാം ജീവിച്ചിരിക്കുകയല്ല. എന്നാൽ ഇനി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയം നിങ്ങളുടെ ഹൃദയം ഈ ദൈവത്തോട് ചേർന്നിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഇനിയുള്ള ജീവിതം ഈ യേശുവിനോട് ചേർന്നിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ സമർപ്പിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്.
കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരിക. ദൈവഹിതപ്രകാരം ജീവിപ്പാൻ, ദൈവശബ്ദം കേട്ട് മുന്നേറുവാൻ, ദൈവഹിതം തന്റെ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഇവർ കടന്നു പോകുന്ന സകല വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. യേശു ഇന്നും ജീവിക്കുന്നു എന്ന് അനുഭവിച്ചറിയത്തക്ക വിധത്തിലുള്ള ദൈവപ്രവൃത്തി ഇവരുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടുന്നത് ഓർത്ത് അങ്ങേക്ക് നന്ദി കരയറ്റുകയാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകല മാനമഹത്വം അങ്ങേക്ക്, സകലവും നസറേനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ, യേശു നിങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് തീർച്ചയായും നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളൊരു അനുഗ്രഹമാകുക തന്നെ ചെയ്യും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.